ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കിഡിലനായിട്ടുള്ളൊരു ഫ്ലവറിങ് പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലായിട്ടുണ്ടാവും ഏതാ പ്ലാന്റ് എന്നുള്ളത്. നമ്മുടെ അഡീനിയം പ്ലാന്റിൻ്റെ ഒരു അടിപൊളിയായിട്ടുള്ള കോംബോയാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് വന്നിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് അഡീനിയം പ്ലാന്റിൻ്റെന്ന് എല്ലാവർക്കും തന്നെ അറിയാം. അപ്പോൾ ഒത്തിരി കെയറിങ് ഒന്നും ആവശ്യമില്ല. നമുക്ക് അത്യാവശ്യം സൺലൈറ്റ് കിട്ടുന്ന ഒരു സ്ഥലത്ത് വെക്കാം. അതുപോലെ ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുക്കാതെ നമുക്ക് കെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് മരുഭൂമിയിലെ റോസാപുഷ്പം എന്നൊക്കെ അറിയപ്പെടുന്ന ഈ ഒരു അഡീനിയം പ്ലാന്റ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള കളേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ കളേഴ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പൂക്കളോട് കൂടിയുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് ഓർഡർ ചെയ്യുന്നവർക്ക് നമുക്ക് ഈ ഒരു ഫ്ലവറിങ്ങോട് കൂടിയുള്ള പ്ലാന്റ്സ് പെട്ടെന്ന് തന്നെ നല്ല ഹെൽത്തി ആയിട്ട് കൊടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഓരോ കളേഴ്സൊക്കെ ഞാൻ ഇതിൽ നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ നമ്പേഴ്സ് സ്ക്രീൻഷോട്ട് 260 രൂപയാണ് കേട്ടോ. 5 എണ്ണത്തിൻ്റെ ഓർഡർ ചെയ്യാനായിട്ടാണ്. ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാവും കൊറിയർ അടക്കം. 10 എണ്ണം ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 2500 രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ. നിങ്ങൾക്കറിയാം അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു പ്ലാന്റാണ്. മാത്രമല്ല നമുക്ക് നല്ല ബ്ലൂമിങ്ങോട് കൂടി നല്ല ബഡ്സും ഫ്ലവേഴ്സൊക്കെ ആയ അടിപൊളിയായിട്ടുള്ള പ്ലാന്റാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഞാൻ നമ്മുടെ ഫ്ലവേഴ്സിൻ്റെ ഓരോന്നിൻ്റെയും നമ്പർ ഇട്ട് ഞാൻ പരിചയപ്പെടുത്തി തരാം. 10 പ്ലാന്റ്സ് ഏതൊക്കെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഒന്നാമത്തെ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു റെഡും വൈറ്റും കൂടെ വരുന്ന ഒരു പ്ലാന്റ് ആണ്. അതിൻ്റെ ബോർഡറിലൊക്കെ റെഡും അതുപോലെ നടുവിൽ വൈറ്റും വരുന്ന നല്ല ഭംഗിയുള്ളൊരു വെറൈറ്റിയാണ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പ്ലാന്റും സെയിം ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ തന്നെയാണ്, റെഡും വൈറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വൈറ്റ് കുറച്ച് കൂടുതലുണ്ട്, റെഡ് വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഓരോ പ്ലാന്റിനും ഓരോ ഫ്ലവറിനും അതിൻ്റേതായിട്ടുള്ള ഒരു ഭംഗിയുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് രണ്ടാമത്തെ പ്ലാന്റ് നമ്മുടെ. അതുപോലെ മൂന്നാമത്തെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ ഒരു കളറാണ് കേട്ടോ. അതായത് നല്ല റെഡും അതുപോലെ ഒരു ഡാർക്ക് ഒരു ബ്ലാക്കും ഒരു നല്ലൊരു ഡാർക്ക് കളറ് സൈഡിലൂടെ വരുന്ന ഒരു വെറൈറ്റിയാണ്. നമ്മുടെ നാലാമത്തെ പ്ലാന്റ് നല്ല മാലാകെ പോലെ നല്ല വൈറ്റ് കളറിൽ നിൽക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ പൂവിൻ്റെ ഷേപ്പിലൊക്കെ വ്യത്യാസമുണ്ട്. നല്ലൊരു പിങ്ക് കളറ് ബോർഡർ സൈഡിലൂടെ ഇങ്ങനെ വരുന്നുണ്ട്. നമ്മുടെ അഞ്ചാമത്തതും പിങ്കും ഒരു ലൈറ്റ് ഓഫ് വൈറ്റ് കളറുള്ളൊരു ഷെയ്ഡിൽ വരുന്ന പ്ലാന്റ് കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ആയിട്ടുള്ള റെഡ് കളറായിട്ടുള്ള നല്ല മൾട്ടിപെറ്റലാണ് കേട്ടോ. എല്ലാ ഫ്ലവേഴ്സും തന്നെ മൾട്ടിപെറ്റലായിട്ട് വരുന്ന ഫ്ലവേഴ്സാണ്. നമ്മുടെ അടുത്ത കളർ എന്ന് പറഞ്ഞാൽ നല്ലൊരു വയലറ്റ് കളറാണ് കേട്ടോ. ഒരു വെറൈറ്റി കളറാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഒരു ബേബി പിങ്ക് കളറാണ്. നല്ല ഒരു ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ. ഇത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് പ്ലാന്റ് വരുന്നത് ഒരു പ്യുവർ വൈറ്റും അതുപോലെ ഒരു ബേബി പിങ്കിൻ്റെ ഒരു ചെറിയ മിക്സിങ് കൂടെ വരുന്നുണ്ട്. അതാണ് നമ്മുടെ അടുത്ത നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. നല്ലൊരു ക്യൂട്ടായിട്ടുള്ള പ്ലാന്റ് ആണ്. നമ്മുടെ 10ാമത്തെ പ്ലാന്റ് എല്ലാവരും കണ്ടുവല്ലോ. നല്ലൊരു വൈറ്റും അതുപോലെ വയലറ്റും പർപ്പിൾ കളറൊക്കെ ഷെയ്ഡ് വരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ എല്ലാം തന്നെ നല്ല അടിപൊളിയായിട്ടുള്ള മൾട്ടിപെറ്റലായിട്ട് വരുന്ന പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളറിൻ്റെ സ്ക്രീൻഷോട്ടോ എടുക്കുകയോ അല്ലെങ്കിൽ നമ്പർ പറയുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് പ്ലാന്റാന്ന് വെച്ചാൽ അയച്ചു തരാനായിട്ട് പറ്റും. അപ്പോൾ ഇഷ്ടപ്പെട്ടവരെല്ലാവരും വാങ്ങിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ ബൈ.